നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആംഗുലാർ മെഷർമെൻറ്റ് ഡിവൈസിലെ അടുത്ത ഡിവൈസായ ആംഗിൾ ഡെക്കറാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഓട്ടോകൊളിമേറ്റർ എന്താണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഓട്ടോകൊളിമേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഓട്ടോകൊളിമേറ്ററിൻ്റെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ആംഗിൾ ഡെക്കർ. ആംഗിൾ ഡെക്കർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൈക്രോസ്കോപ്പ്, collimating lens, two scales engraved on a glass screen which is placed in the focal plane of the objective lens. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡയഗ്രം എങ്ങനെയാണ് ആംഗിൾ ഡെക്കറിനെ നോക്കാം. അപ്പോൾ ആംഗിൾ ഡെക്കറിൽ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഒരു പ്രസ്സും ഉണ്ട്, ദെൻ നമുക്കൊരു എലിമിനേറ്റഡ് സ്കെയിലും ഡേറ്റം സ്കെയിലും ഉണ്ട്, ദെൻ ഒരു കൊളിമേറ്റിംഗ് ലെൻസ് ഉണ്ട്, ദെൻ വർക്ക് പീസ് ഉണ്ട്. വർക്ക് പീസിന് മുകളിലായിട്ടൊരു റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്, ദെൻ ഐ പീസ് ഉണ്ട്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇലുമിനേറ്റഡ് സ്കെയിലും ഡേറ്റം സ്കെയിലും ഈ കൊളിമേറ്റിംഗ് ലെൻസിൻ്റെ ഫോക്കൽ പോയിന്റിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. ടു സ്കെയിൽസ് എൻഗ്രേവ്ഡ് ഓൺ എ ഗ്ലാസ് സ്ക്രീൻ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ focal plane of the objective lens. Then angle decker is a small variation on the autocollimator. This instrument is essentially used as comparator and measures the change in angular position of the reflector in two planes. അപ്പോൾ ഈ ഒരു ആംഗിൾ ഡെക്കറിൻ്റെ മെയിൻ പർപ്പസ് ആംഗുലാർ മെഷർമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു കമ്പാരേറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. ദെൻ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ആംഗുലാർ വേരിയേഷൻസ് ഇൻ ടു പ്ലെയിൻസ് ആണ് ആംഗിൾ ഡെക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുക. അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ആംഗിൾ ഡെക്കറിൻ്റെ വർക്കിങ്ങിൽ നമുക്ക് നോക്കാം. ദെൻ ഇതാണ് അറേഞ്ച്മെൻറ്റ്. ദെൻ ഈ സ്കെയിലിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം 1 by 1 ആയിട്ട് എന്താണ് വർക്കിംഗ് എന്നുള്ളത് നോക്കാം. വൺ ഓഫ് ദ സ്കെയിൽസ് കോൾഡ് ഡേറ്റം സ്കെയിൽ ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് ഫിക്സഡ്. അപ്പോൾ ഇവിടെ ഒരു സ്കെയിലുണ്ട്, അതാണ് ഡേറ്റം സ്കെയിൽ. ആ ഡേറ്റം സ്കെയിലാണ് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്കെയിൽ. അപ്പോൾ നമ്മൾ ഐ പി സി കൂടെ നോക്കുകയാണെങ്കിൽ ഐ പി സിന് താഴെയായിട്ടാണ് ഈ ഡേറ്റം സ്കെയിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഐ പി സി കൂടെ നോക്കാൻ നേരത്ത് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു സ്കെയിൽ കാണാൻ സാധിക്കും. ദാറ്റ് ഈസ് ഡേറ്റം സ്കെയിൽ. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് ഫിക്സഡ് ഡേറ്റം സ്കെയിൽ. ഡേറ്റം സ്കെയിൽ ഫിക്സഡ് ആണെന്ന് പറയാൻ കാരണം ഡേറ്റം സ്കെയിലിന് പ്രത്യേകിച്ച് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഫിക്സഡ് ആയിട്ട് അതിന് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു. ഇറ്റ് ഈസ് engraved across the center of the screen and is always visible in the microscope eye piece. അപ്പോൾ നമ്മൾ ഈ ഐ പി സി കൂടെ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഈ ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റം സ്കെയിൽ കാണാൻ പറ്റും. ഈ ലൈറ്റ് ഓഫ് ആക്കിയാലും ലൈറ്റ് ഓൺ ആക്കിയാലും ഒക്കെ നമുക്ക് ഈ ഡേറ്റം സ്കെയിൽ ഐ പി സിയിലൂടെ കാണാൻ സാധിക്കും. കാരണം ഐ പി സിന് താഴെയായിട്ടാണ് ഇവിടെ ഡേറ്റം സ്കെയിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നത്. Then another scale is an illuminated vertical scale fixed across the center of the screen, and the reflected image of the illuminated scale is received at right angles to this fixed scale, and the two scales in the position intersect each other. അതായത് ദെൻ ഇവിടെ ഒരു സ്കെയിലുണ്ട്, ആ സ്കെയിലിൻ്റെ പേരാണ് ഇലുമിനേറ്റഡ് സ്കെയിൽ. ഇപ്പോൾ ലൈറ്റ് സോഴ്സ് പ്രസത്തിൽ കൂടെ കടന്ന് 90 ഡിഗ്രി ടേൺ ചെയ്യുന്നു. ദെൻ കൊളിമേറ്റിംഗ് ലെൻസിൽ കൂടെ കടന്നു വരുന്നു, റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് വീഴുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, എഗെയിൻ അത് ഡേറ്റം സ്കെയിലിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അത് ഐ പി സിയിൽ കൂടെ നമുക്ക് വിസിബിളായി മാറുന്നു. ഇതാണ് ലൈറ്റിൻ്റെ ഒരു ഫ്ലോ. അപ്പോൾ ഇവിടെയുള്ള ഇലുമിനേറ്റഡ് സ്കെയിലുണ്ട്. ഈ ഇലുമിനേറ്റഡ് സ്കെയിലിന് മുകളിലോട്ട് ലൈറ്റ് വീഴുന്നു. ആ ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഐ പി സിയിൽ കൂടെ വെർട്ടിക്കൽ സ്കെയിലായിട്ട് കാണാൻ സാധിക്കുക. അപ്പം അതുകൊണ്ട് ആ വെർട്ടിക്കൽ സ്കെയിലിനെ വിളിക്കും
റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിൽ. ഇലുമിനേറ്റഡ് സ്കെയിൽ എന്താണോ അതിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഡേറ്റം സ്കെയിലിനോടൊപ്പം കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇലുമിനേറ്റഡ് സ്കെയിൽ കാണാൻ പറ്റില്ല, കാരണം ഇലുമിനേറ്റഡ് സ്കെയിൽ ലെഫ്റ്റ് സൈഡിലാണ്. ലൈറ്റ് ഓൺ ആക്കുമ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് ഈ ഐ പി സി കൂടെ കാണാൻ സാധിക്കുക, വെർട്ടിക്കൽ സ്കെയിലായിട്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ സ്കെയിലായിട്ട് കാണുന്നത് റിഫ്ലക്റ്റഡ് ഇമേജ് ആയതുകൊണ്ട് തന്നെ അത് ബ്രൈറ്റ് ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഫിക്സഡ് ഡേറ്റം സ്കെയിൽ അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല, അത് ഫിക്സഡ് ആയിട്ടിരിക്കുന്നു, അത് ഡാർക്ക് കളറിൽ കാണാൻ പറ്റുന്നു. റിഫ്ലക്റ്റഡ് ഇമേജ് ബ്രൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നു. ഈ റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിലിന് മൂവ്മെൻ്റ് ഉണ്ട്. ആ മൂവ്മെൻറ്റിന് കാരണം എന്താണ്? ഈ റിഫ്ലക്റ്റിംഗ് സർഫസ്. ആ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഇൻക്ലിനേഷൻ അനുസരിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആര് മൂവ് ചെയ്യും? ഈ റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിൽ മൂവ് ചെയ്യും. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾ പറഞ്ഞു, ഓട്ടോകോളിമേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞതാണ്. റിഫ്ലക്റ്റിംഗ് സർഫസ് ടിൽറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് റിഫ്ലക്റ്റർ റേ 2α അല്ലെങ്കിൽ 2θ ആംഗിളിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ലൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യും? ഈ ഇലുമിനേറ്റഡ് സ്കെയിലിന് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വർക്ക് പീസ് എങ്ങനെ ടിൽറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ ടോപ്പിലുള്ള റിഫ്ലക്റ്റിംഗ് സർഫസ് അത് എങ്ങനെ ടിൽറ്റ് ചെയ്യുന്നു, മീൻസ് വർക്ക് പീസ് ടിൽറ്റ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കാം. അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ സർഫസ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതിന് മുകളിലേക്കായിരിക്കും നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസ് വെക്കുക. ദെൻ റിഫ്ലക്റ്റിംഗ് സർഫസും ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ ആ ഇൻക്ലിനേഷൻ എങ്ങനെയാണോ അതനുസരിച്ച് ഈ റിഫ്ലക്റ്റഡ് ഇമേജ് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ആ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ദെൻ ദ ഗ്ലാസ് സ്ക്രീൻ ലൈസ് അറ്റ് ദ ഫോക്കൽ പ്ലെയിൻ. അപ്പോൾ ഈ രണ്ട് സ്കെയിലും ഇലുമിനേറ്റഡ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഡേറ്റം സ്കെയിൽ ആയിക്കോട്ടെ, ഈ രണ്ട് സ്കെയിലും കൊളിമേറ്റിംഗ് ലെൻസിൻ്റെ ഫോക്കൽ പോയിന്റിലായിട്ട് വരുന്ന രീതിയിലായിരിക്കും അറേഞ്ച്മെൻറ്റ്. The glass screen lies at the focal plane of the collimating lens and contains two scales at right angles to each other. Each scale has an angular range of 60 minutes. അപ്പോൾ ഇവിടെ ഫിക്സഡ് സ്കെയിൽ ആയാലും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ഇലുമിനേറ്റഡ് സ്കെയിൽ ആയാലും അതിലെ മാർക്കിംഗ് എന്ന് പറയുന്നത് 0 to 60 minutes ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. Then one scale is the illuminated scale outside the view of micropiece eyepiece. അപ്പോൾ ഇലുമിനേറ്റഡ് സ്കെയിൽ ലെഫ്റ്റ് സൈഡില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഇല്ലാത്ത ഒരു സമയത്ത്, ലൈറ്റ് ഓഫ് ആക്കിയ സമയത്ത് നമുക്ക് ഐ പി സി കൂടെ അത് കാണാൻ പറ്റാത്തത്, ഡേറ്റം സ്കെയിൽ മാത്രം കാണാൻ സാധിക്കുന്നത്. ദെൻ the other scale is fixed across the center of the screen in the field of view of the microscope. ദെൻ ഈ കാണുന്നത് ലൈറ്റ് ഓഫ് ആക്കിയ സമയത്ത് നമുക്ക് ഐ പി സി കൂടെ നോക്കുവാണെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റം സ്കെയിൽ മാത്രം കാണാം. ഡേറ്റം സ്കെയിലിനെ ഫിക്സഡ് എന്ന് പറയാൻ കാരണം അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജിലാണ് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മൂവ്മെൻ്റ് ഉള്ളത്. ദെൻ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ആ ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ ഒരു റിഫ്ലക്റ്റഡ് ഇമേജും കൂടെ കാണാൻ സാധിക്കുന്നു. അതും അപ്പോൾ ഈ രണ്ട് സ്കെയിലും പെർപെൻഡിക്കുലറായിട്ട് ആയിരിക്കും ഐ പി എസിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ദെൻ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു, രണ്ട് സ്കെയിലിനെയും കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഹാസ് ഇലുമിനേറ്റഡ് സ്കെയിൽ വിച്ച് റിസീവ്സ് ലൈറ്റ് ഡയറക്റ്റഡ് ത്രൂ എ പ്രിസം. പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു വന്ന് ഇലുമിനേറ്റഡ് സ്കെയിലിലേക്ക് വീഴുന്നു. ദ ലൈറ്റ് ബീം ക്യാരിയിങ് ദ ഇമേജ് ഓഫ് ദ ഇലുമിനേറ്റഡ് സ്കെയിൽ. ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ ഇമേജും കൊണ്ടാണ് ലൈറ്റ് ദെൻ കൊളിമേറ്റിംഗ് ലെൻസിൽ കൂടെ കടന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിൽ കൂടെ കടന്ന് എഗെയിൻ കൊളിമേറ്റിംഗ് ലെൻസിൽ കൂടെ കടന്ന് ഡേറ്റം സ്കെയിലിലൂടെ ഐ പി എസിലെത്തുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആ ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ
റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിൽ എന്ന് പറയാൻ കാരണം. എനിവേ, the light beam carrying the image of the illuminated scale passes through the collimating lens and falls onto the reflecting surface of the workpiece. After getting reflected from the workpiece, it is refocused by the lens in the field view of eyepiece. While doing so, the image of the illuminated scale would have undergone a rotation of 90 degree with the optical axis. അപ്പോൾ ഇലുമിനേറ്റഡ് സ്കെയില്, ആ ഇലുമിനേറ്റഡ് സ്കെയില് അതിൻ്റെ ഇമേജാണ് വരുന്നത്. ആ ഇമേജ് കൊളിമേറ്റിംഗ് ലെൻസിൽ കൂടെ കടന്ന് റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് എഗെയിൻ കൊളിമേറ്റിംഗ് ലെൻസിലൂടെ അതിൻ്റെ ഫോക്കൽ പോയിൻ്റ് എന്താണോ ആ ഫോക്കൽ പോയിന്റിലേക്ക് പോയിരുന്നു. അപ്പോൾ കൊളിമേറ്റിംഗ് ലെൻസിലെ ഫോക്കൽ പോയിന്റിൽ ആരുണ്ട്? ഡേറ്റം സ്കെയിൽ. അപ്പോൾ ഡേറ്റം സ്കെയിലും ഇലുമിനേറ്റഡ് സ്കെയിലും കൂടെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഉള്ള ഇലുമിനേറ്റഡ് സ്കെയിൽ എന്താണോ അതിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജ് 90 ഡിഗ്രി തിരിഞ്ഞായിരിക്കും നമുക്കത് ഐ പി എസിലൂടെ കാണാൻ സാധിക്കുക. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ദ ഇമേജ് ഓഫ് ദ ഇലുമിനേറ്റഡ് സ്കെയിൽ വുഡ് ഹാവ് അണ്ടർഗോൺ എ റൊട്ടേഷൻ ഓഫ് 90 ഡിഗ്രി വിത്ത് ദ ഒപ്റ്റിക്കൽ ആക്സിസ്. ദെൻ ഈ കാണുന്നതാണ് ഡേറ്റം സ്കെയിൽ. ഇതാണ് റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിൽ. Then rotation of the reflecting surface through an angle displaces the image of the illuminated scale horizontally or vertically. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലൈറ്റ് വന്ന് വീഴുന്ന ആ റിഫ്ലക്റ്റിംഗ് സർഫസ്, അതിൽ വർക്ക് പീസിൻ്റെ മുകൾ വശം, അപ്പോൾ അത് ചെരിഞ്ഞോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലോ ടിൽറ്റ് ചെയ്തിരുന്നാൽ എന്ത് സംഭവിക്കും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിലിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. അത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യാം, വെർട്ടിക്കലി മൂവ് ചെയ്യാം. അപ്പം ഹൊറിസോണ്ടലി മൂവ് ചെയ്യണോ വെർട്ടിക്കലി മൂവ് ചെയ്യണോ എന്നത് എന്തിനെ ആശ്രയിക്കുന്നു? ആ ലൈറ്റ് വന്ന് വീഴുന്ന ആ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ചെരിവിനെ ആശ്രയിക്കുന്നു. അതെങ്ങനെയാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്നതിനെ ആശ്രയിക്കുന്നു. Thus, the changes in the angular position of the reflector in two planes are indicated by changes in the point. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു സർഫസ് അതിൻ്റെ ആംഗുലാർ പൊസിഷൻ ഉണ്ടാകുന്ന ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇലുമിനേറ്റഡ് സ്കെയിലിൽ റിഫ്ലക്റ്റഡ് ഇമേജിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് വെച്ചുകൊണ്ട് ആംഗുലാർ പൊസിഷൻ എത്രയാണെന്ന് അല്ലെങ്കിൽ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് വർക്ക് പീസാണെന്ന് കരുതുക. വർക്ക് പീസിന് ആംഗിൾ ഇങ്ങനെയും ഇങ്ങനെയും അത് ടിൽറ്റ് ചെയ്യാം. അതായത് ഇതാണ് ഫ്ലാറ്റ് ആയിട്ടുള്ള വർക്ക് പീസിൻ്റെ സർഫസ് എന്ന് കരുതുക, അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് കരുതുക. അത് അതിൻ്റെ ഇൻക്ലിനേഷൻ ഈ രീതിയിലൊക്കെ വരാം, അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ വരാം. അപ്പോൾ അത്തരത്തിൽ വരുന്നതനുസരിച്ച് റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിൽ എങ്ങനെ മൂവ് ചെയ്യും? ഹൊറിസോണ്ടലി മൂവ് ചെയ്യും. ഓക്കെ. ദെൻ ഇനി അടുത്തൊരു കേസ് പറയുകയാണെങ്കിൽ, വർക്ക് പീസ് സർഫസ് ഫ്ലാറ്റാണ്. അപ്പോൾ ഇതാണ് ആ സർഫസ് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് അത് ഇങ്ങനെ ടിൽറ്റ് ആവുന്ന കേസിലാണ് റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇങ്ങനെയാണ് ആ സർഫസ് ടിൽറ്റ് ആവുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ സംഭവിക്കുക? ഈ റിഫ്ലക്റ്റഡ് ഇമേജ് വെർട്ടിക്കലി മൂവ് ചെയ്യും. അപ്പം അങ്ങനെ ഈ മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡേറ്റം സ്കെയിൽ നമുക്ക് ആംഗുലാർ മെഷർമെൻറ്റ് പോസിബിളാണ്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ദെൻ അതിനൊരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇനീഷ്യലി എടുത്ത റീഡിങ്, ദെൻ അതിന് ശേഷം നമ്മൾ കമ്പോണൻ്റ് വെച്ചു, കമ്പോണൻ്റ് വെച്ചപ്പോഴുള്ള റീഡിങ്, ദെൻ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജ് ഹൊറിസോണ്ടലി മൂവ് ചെയ്തു. അപ്പോൾ എന്തുമാത്രമാണോ മൂവ് ചെയ്തത് അത്രയും മിനിറ്റ്സ് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി.
Now the light beam will pass through the datum scale fixed across the path of the light beam. അപ്പോൾ ഈ ഇലുമിനേറ്റഡ് സ്കെയിൽ റിഫ്ലക്റ്റഡ് ഇമേജുമായിട്ട് റിഫ്ലക്റ്റിംഗ് സർഫസിൽ വന്ന് വീണ് അവിടുന്ന് എഗെയിൻ റിഫ്ലക്റ്റ് ചെയ്ത് കൊളിമേറ്റിംഗ് ലെൻസിൽ കൂടെ കടന്ന് വന്ന് ഡേറ്റം സ്കെയിലിൽ കൂടെ കടന്ന് ഐ പി എസിലെത്തുമ്പോൾ നമുക്ക് ഐ പി എസിലൂടെ രണ്ട് സ്കെയിലും കാണാൻ സാധിക്കുന്നു. ഡേറ്റം സ്കെയിലും അതുപോലെ തന്നെ ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജും. വെൻ വ്യൂഡ് ത്രൂ ദ ഐ പീസ്, the reading on the illuminated scale measures angular deviations from one axis at 90 degree to the optical axis, and the reading on the fixed datum scale measures the deviation about an axis mutually perpendicular to this. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ റിഫ്ലക്റ്റഡ് ഇമേജ്, അതിനുണ്ടാകുന്ന ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്, വെർട്ടിക്കൽ മൂവ്മെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ ആംഗുലാർ പൊസിഷൻ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. ദ റീഡിംഗ് ഓൺ ദ ഇലുമിനേറ്റഡ് സ്കെയിൽ മെഷേഴ്സ് ആംഗുലാർ ഡീവിയേഷൻ ഫ്രം വൺ ആക്സിസ് ആൻഡ് ദ റീഡിംഗ് ഓൺ ദ ഡേറ്റം സ്കെയിൽ മെഷേഴ്സ് ദ ഡീവിയേഷൻ എബൌട്ട് ആൻ ആക്സിസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദിസ്. അപ്പോൾ നമ്മൾ റീഡിംഗ് ഓൺ ദ ഇലുമിനേറ്റഡ് സ്കെയിൽ, അപ്പോൾ ഇലുമിനേറ്റഡ് സ്കെയിൽ വെച്ചുകൊണ്ട് ഈ കേസിൽ ഇലുമിനേറ്റഡ് സ്കെയിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ റീഡിംഗ് എടുക്കുന്നത് ആരെ വെച്ചുകൊണ്ടാണ്? ഡേറ്റം സ്കെയിലിനെ ബേസ് ചെയ്താണ് റീഡിംഗ് എടുക്കുന്നത്. കാരണം ഇപ്പോഴുള്ള ഇലുമിനേറ്റഡ് റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിലിൻ്റെ പൊസിഷൻ എത്രയാണ്, ദെൻ അതിന് ശേഷം വർക്ക് പീസ് വെച്ചപ്പോൾ എത്രയാണ് പൊസിഷൻ, ദെൻ ഡേറ്റം സ്കെയിലിലെ ഈ റീഡിംഗ് ആയിരിക്കും ഡീവിയേഷൻ. അപ്പോൾ വർക്ക് പീസ് ഒരു പർട്ടിക്കുലർ ഓറിയൻറ്റേഷനിൽ ടിൽറ്റ് ചെയ്താൽ നമുക്ക് ആ ഡേറ്റം സ്കെയിൽ വെച്ചുകൊണ്ടായിരിക്കും റീഡിംഗ് എടുക്കുന്നത്. ഇനി അതല്ല, ഈ ഇലുമിനേറ്റഡ് സ്കെയിൽ വെർട്ടിക്കലി മൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ ഇലുമിനേറ്റഡ് സ്കെയിൽ വെച്ചുകൊണ്ടായിരിക്കും ആ റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വേറൊരു ഓറിയൻറ്റേഷനിലായിരിക്കും ഈ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് ടിൽറ്റ് ചെയ്യുക. അപ്പോൾ ആ രണ്ട് ഓറിയൻറ്റേഷൻ ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ പറയുന്നത്. Then, thus the reading on the illuminated scale measures the angular deviation from 90 degree to optical axis, and the reading on the fixed datum scale measures the deviation. ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഇനീഷ്യലി ഉള്ള പൊസിഷൻ എത്രയാണെന്ന് നോക്കി, ദെൻ വർക്ക് പീസ് വെച്ച് കഴിഞ്ഞപ്പോഴുള്ള പൊസിഷൻ എത്രയാണെന്ന് നോക്കി. കാരണം വർക്ക് പീസ് വെച്ചപ്പോൾ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇൻക്ലൈൻഡ് ആയിട്ടിരുന്നത് മൂലം റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിലിന് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ഇപ്പോൾ എന്തുമാത്രമാണ് ആ ഷിഫ്റ്റ് എന്ന് നോക്കുന്നു. അപ്പോൾ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഡേറ്റം സ്കെയിലിലെ 40 വന്നിരുന്നു. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഡേറ്റം സ്കെയിലിലെ 20 ആണ്. സോ 20 മിനിറ്റ്സ് എന്ന് പറയുന്നതാണ് ആ ആംഗുലർ ഡീവിയേഷൻ. ദ വ്യൂ ത്രൂ ദ ഐ പീസ് വിച്ച് ഗിവ്സ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ടു സ്കെയിൽസ്. ദ സ്കെയിൽസ് യൂഷ്വലി മെഷർ അപ് ടു ആക്യുറസി ഓഫ് 1 minute. Then this reading actually indicates changes in angular position of the reflector in two planes. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. Then after the reflector undergoes angular tilt, the second reading is not down by recording the point of intersection on both scales. The difference in reading on the two scales indicate the tilt of the reflector. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. റിഫ്ലക്റ്റഡ് ഇമേജ് ഓഫ് ഇലുമിനേറ്റഡ് സ്കെയിലുണ്ടായ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് അത് വെച്ചുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുന്നു. ഇനി അതല്ല, അത് വെർട്ടിക്കലി മൂവ് ചെയ്യുകയാണെങ്കിൽ ദെൻ മെഷർമെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ആംഗിൾ ഡെക്കർ, മെഷറിംഗ് ദ ആംഗിൾ ഓഫ് എ കമ്പോണൻറ്റ്, ചെക്കിംഗ് ദ സ്ലോപ്പ്, ആംഗിൾ ഓഫ് എ വി ബ്ലോക്ക്, ആംഗിൾ മെഷർമെൻറ്റ് ഓഫ് എ കോൺ ഓർ ടേപ്പർ ഗേജ്. ദെൻ ഈ കാണുന്നത് ആംഗിൾ ഡെക്കർ ഉപയോഗിച്ചുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കുന്നതാണ്. ദെൻ മെട്രോളജിയിൽ നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ബുക്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് അക്കോർഡിംഗ് ടു ദ സിലബസ് റെഫർ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്സുകൾ ആൻഡ് റെഫറൻസ് ബുക്സ്. ദെൻ അതിൻ്റെ ഇമേജസ് ആണ് ഈ കാണുന്നത്. എയർവാക്കിൻ്റെ ബുക്ക് യൂസ് ചെയ്യാം, അത് വളരെ സിമ്പിളാണ്. മഹാജൻ യൂസ് ചെയ്യാം. ദെൻ ആനന്ദ് കെ ബവൂർ, ദെൻ ആർ കെ ജെയിൻ, രജ്പുത്,
ദെൻ രാഘവേന്ദ്ര, ഗെയ്ലർ, ദെൻ പിയേഴ്സൻ്റെ തോമസ് ജി ബെക്വിത്ത്, ദെൻ വിജയരാഘവൻ്റെ ലക്ഷ്മി പബ്ലിക്കേഷൻസ്. ഇത്രയും ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഓൺവാർഡ്സ് നമുക്ക് മോഡ്യൂൾ 2 ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.